ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ MI11 Ultrയുടെ ഇന്ത്യൻ റീറ്റെയിൽ യൂണിറ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന വേരിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 12GB 256GB സെറാമിക് വൈറ്റ് ആണ് ഇരിക്കുന്നത് ഗൈസ്. ഓൾറെഡി സെറാമിക് ബ്ലാക്ക് ഉണ്ടായിരുന്നു, ബട്ട് എന്നാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസൈൻ ബ്ലെൻഡഡ് ആയിപ്പോൾ, കാരണം ഇതിൻ്റെ ക്യാമറ മൊഡ്യൂൾ സെക്കൻഡറി ഡിസ്പ്ലേ ഒക്കെ ലിറ്റാണ്, അടിപൊളിയാണ്. സോ അപ്പോൾ അത് എടുത്തറിയണം. വൈറ്റ് യൂണിറ്റിലാകുമ്പോൾ വൈറ്റും ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ എടുത്തറിയും. സോ ഞാൻ സെറാമിക് വൈറ്റ് ആണ് എടുത്തത്. സോ നമുക്ക് ഡയറക്റ്റ് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഓക്കെ ഗൈസ്, സോ നമുക്ക് നമ്മുടെ MI11 Ultra. ഓക്കെ, സോ നമുക്കിവിടെ സയോമിയുടെ ഒരു ഇത് എടുപ്പുണ്ട്. സോ എടുക്കുവാണ്. ഓക്കെ, ആൻഡ് ഫോൺ ഇവിടെ തന്നെ. ഫോൺ നമുക്ക് എടുക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് ബോക്സിൽ എന്തൊക്കെയുണ്ട് നോക്കാം. ഇതിനകത്ത് ഓക്കെ, സോ ഇതിനകത്ത് നമുക്കൊരു സിം ഇഞ്ചക്ടർ കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ USB ഡോങ്കിളാണ് കിട്ടുന്നത്. ഗ്ലാഡ് അവർ ബോക്സ് തന്നെ കൊടുത്തു. പിന്നെ നമുക്ക് നമ്മുടെ കേസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത്രയും പ്രീമിയം ഫ്ലാഗ്ഷിപ്പിലൂടെയും TPU കേസാണ് കൊടുക്കുന്നത്. എന്നാലും സ്റ്റിൽ ഓക്കെ, ഫൈൻ, ഗ്ലാഡ് ദ ഗിഫ്റ്റ്. ഓക്കെ, ആൻഡ് ഫൈനലി എല്ലാവരും അവൈറ്റ് ചെയ്യുന്ന സംഭവം നമ്മുടെ Mi 11 Ultra സെറാമിക് വൈറ്റ്. സോ ഗൈസ്, ആൻഡ് ഓ മാൻ, എൻ്റെ മോനെ ലിറ്റ്. ഓക്കെ, ഞാൻ ഫീൽ ഓഫ് ചെയ്യാണ് ഗൈസ്. ഗൈസ്, എൻ്റെ ഒരു രക്ഷയില്ലാത്ത കാണാനായിട്ട്. സോ ഞാൻ ഈ വൈറ്റ് എടുത്താൽ നമുക്ക് ഇത്രമാത്രം അറിയണം, നമുക്ക് ആ മോഡ്യൂൾ, ദാറ്റ് മീൻസ് ആ ക്യാമറ മോഡ്യൂൾ അത്രമാത്രം അറിയണം. അതുകൊണ്ടാണ് ബ്ലാക്ക് എടുത്താൽ നമുക്കൊരു ബ്ലെൻഡഡ് ആയിപ്പോകും. ദാറ്റ് മീൻസ് ഒരേ കളറൊന്നും ബ്ലെൻഡഡ് ആയിപ്പോകും. സോ വൈറ്റ്, സെറാമിക് വൈറ്റാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഞാൻ കൈ പിടിച്ച് നോക്കട്ടെ. ഗൈസ്, അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഡിവൈസ് തന്നെയാണ്. പിന്നെ എൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ കണ്ടോ. ദാറ്റ് മീൻസ് ആ ക്യാമറയുടെ ഇവിടെ അത്യാവശ്യം വെയിറ്റ് ഇങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ കൈ പിടിക്കുമ്പോൾ തന്നെ ഉണ്ടാവും സൈഡിൽ ഇങ്ങോട്ടൊരു ചായ വേണ്ടി ചെറുതായിട്ട്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ടൈം ബൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ബോക്സിൽ വേറെ എന്താ ഉള്ളത് നോക്കാം. ഓക്കെ, സോ അഡാപ്റ്റർ കിട്ടുന്നുണ്ട് 55 വാട്ടിൻ്റെ. പിന്നെ നമ്മുടെ USB ആണ് കിട്ടുന്നത്. സോ നമുക്ക് എല്ലാം മാറ്റി വെച്ച് ഡയറക്റ്റ് ഫോണിട്ട് പോവാം. സോ ഗൈസ്, നമുക്ക് ഫോൺ ഫസ്റ്റ് ടൈം ബൂട്ടപ്പ് ചെയ്യാം. ഓക്കെ, MI ലോഗോ വന്നു. പിന്നെ ഗൈസ്, അത്യാവശ്യം നല്ല ഹെവിയാണ് കേട്ടോ സെറ്റ്. അത്യാവശ്യം ഒരു 235 grams ഉണ്ട്. പിന്നെ എൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ടോപ്പ് ലോഡ് ആയിട്ടുള്ള വെയിറ്റ്, ദാറ്റ് മീൻസ് ഈ ക്യാമറ മൊഡ്യൂളിനാന്ന് തോന്നുന്നു. അതിൻ്റെ തിക്നെസ് നിങ്ങൾ കണ്ടോ, ക്യാമറ മൊഡ്യൂളിലാണ് ഇച്ചിരി വെയിറ്റ് കൂടുതലാണ് നമുക്ക് ഈ സൈഡ് വരുന്നത്. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, MI UI 12. സോ ഞാൻ ജസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് സെറ്റപ്പ് ചെയ്യാം. ഇംഗ്ലീഷ് സെറ്റിംഗ് റീജിയൻ. ഗൈസ്, ഒരു രക്ഷയില്ലാട്ടോ ഡിസ്പ്ലേ, ഹെവി. ഓക്കെ, സ്കിപ്പ് ദിസ് സ്റ്റെപ്പ്. ജസ്റ്റ് എ സെക്കൻഡ്, സ്കിപ്പ് ദിസ് സ്റ്റെപ്പ്. ആൻഡ് ഗൈസ്, MI11 ഫസ്റ്റ് ടൈം ലോഡിങ് ആപ്സ്. സോ സെറ്റപ്പ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോഡിങ് ആപ്സ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഗൈസ്, ഇതിൻ്റെ ഇൻഹാൻഡ് ഫീൽ നല്ല, കൈ പിടിക്കാൻ നല്ല, ദാറ്റ് മീൻസ് നല്ല പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട് നമുക്ക് കൈ പിടിക്കാൻ. അതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ സെറാമിക് ബാഗ് ആണ്. ദാറ്റ് മീൻസ് ഈ സെറാമിക് നമുക്ക് വന്നുകൊണ്ടിരുന്ന മീമിക്സിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗാലക്സി S10 പ്ലസ് 512GB അല്ലെങ്കിൽ 1TBക്ക് നമുക്ക് സെറാമിക് എഡീഷൻ. ദാറ്റ് മീൻസ് സെറാമിക് എഡീഷന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് ഗ്ലാസ് പൊട്ടുന്ന പോലെ നമ്മുടെ ബാക്ക് പൊട്ടത്തില്ല. അതാണ് സെറാമിക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണ് സെറാമിക്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ വന്നിരിക്കുന്ന പ്രൊട്ടക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊട്ടക്ഷൻ, ദാറ്റ് മീൻസ് കോണിംഗ് ഗോറില്ല ഗ്ലാസ് 7, ദാറ്റ് മീൻസ് വിക്ടസ് എന്ന് പറഞ്ഞ പ്രൊട്ടക്ഷനാണ് നമുക്ക് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് 9 Pro എടുത്ത് നോക്കുമ്പോൾ അതിനകത്തൊരു 2 വർഷം പഴകിയ കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 ആണ്. സോ ആ രീതിയിലൊക്കെ നോക്കുവാണെങ്കിൽ ഇത് ടോപ്പ് എൻഡാണ് നമുക്ക് ഇതിനകത്ത് കാര്യങ്ങൾ പറയാനുള്ളത്. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ ക്യാമറ മൊഡ്യൂൾ ആയാലും എല്ലാം സെറ്റാണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ചിലർക്ക് ഈ വെയിറ്റ് ഇച്ചിരി കൂടുതലായിട്ട് ഫീൽ ചെയ്യും ചിലർക്ക്, ബട്ട് ചിലർക്ക് പെർഫെക്റ്റ്ലി ഫൈൻ ആയിരിക്കും. ഓക്കെ, സോ ഗൈസ്, സോ ഗൈസ്, നമുക്ക് ഫോണിൻ്റെ താഴെ നമുക്ക് ചാർജിങ് പോർട്ട്, പിന്നെ സ്പീക്കർ, പിന്നെ മൈക്രോഫോണാണ് നമുക്ക് വരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് വന്നിരിക്കുന്നത് വെച്ച് നമ്മുടെ സ്പീക്കർ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ മൈക്രോഫോൺ വരുന്നുണ്ട്. പിന്നെ നമുക്കവിടെ എഴുതിയിട്ടുണ്ട് മറ്റേ ഹാർമൻ കാർഡൻ്റെ മറ്റേ ആ സ്പീക്കേഴ്സ് ട്യൂൺ ചെയ്ത് തരാൻ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റുന്നത് ഇവിടെ സൗണ്ട് ബൈ ഹാർമൻ കാർഡൻ. ഓക്കെ, സോ
അതാണ് നമ്മുടെ. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ സംഭവം നമ്മുടെ സെക്കൻഡറി ഡിസ്പ്ലേ കണ്ടോ. അതായത് നമുക്ക് റിയർ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ഫ്രണ്ട് സെൽഫീസ് എടുക്കാൻ പറ്റും ഈ സംഭവമുള്ള. കാരണം ഇതിനകത്ത് നമ്മുടെ വീഡിയോ ഇതിനകത്ത് എടുക്കാൻ പറ്റും. സോ ഇതിനകത്ത് നമ്മുടെ Mi Band 5 ഇല്ല, അതിൻ്റെ സെയിം 1.1 ഇഞ്ച് ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിനകത്ത് AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. സോ ഞാൻ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം പറയാം. സോ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6.81 ഇഞ്ചിൻ്റെ മാസീവ് ഡിസ്പ്ലേ ആണ്. അത് മെയിൻ കഴിച്ച് ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ് ഗൈസ്. ദാറ്റ് മീൻസ് ഈ 4 സൈഡിലും കർവാണ്. ഞാൻ എത്രമാത്രം ക്യാമറ ക്യാപ്ചർ ചെയ്യുന്ന പറയാൻ പറ്റും. സോ ഈ സൈഡ് കർവ്ഡാണ്, ഓക്കെ, ഈ സൈഡ് കർവ്ഡാണ്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും കർവ്ഡ് ചെയ്തിട്ടേക്കാണ് കണ്ടോ, ലൈറ്റ് കർവ്ഡ് ഉണ്ട്, ഇവിടെയും കർവ്ഡാണ് കണ്ടോ. ഭയങ്കര മിനിമലൈസ്ഡ് ചിഹ്നമാണ് നമുക്കറിയാൻ പറ്റും. അതേപോലെ ടോപ്പും കണ്ടോ ഭയങ്കര മിനിമലൈസ്ഡ് ആണ് ഇതിൻ്റെ ചിഹ്നം. വളരെ ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ചിഹ്നമാണ്. ഞാൻ എൻ്റെ ആ കേസുകൾ കൂടെ തന്നെ കേസുകൾ ഇടാം. ഓക്കെ ഓക്കെ, പക്ക ഫിറ്റാട്ടോ കേസ്. ഉഫ് ഗൈസ്, എൻ്റെ മോനെ മാരക ലുക്കാട്ടോ, ഒന്നും പറയാനില്ല. എനിക്കിൻ്റെ ഇൻഹാൻഡ് ഫീൽ ഇച്ചിരി വെയിറ്റ് ഇതൊക്കെ പുട്ടുപോലെ അഡ്ജസ്റ്റ് ചെയ്യും. 235 grams ഉണ്ടെങ്കിലും അത് നമുക്ക് പട്ടയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മെറ്റൽ ഫ്രെയിമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതിൻ്റെ സൈഡിൽ വരുന്ന മെറ്റൽ ഫ്രെയിമും കൂടെയാണ്. ഓക്കെ, സോ അതാണ് നമുക്ക് ഇനി ഡിസ്പ്ലേയുടെ കാര്യം പറയുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ പറഞ്ഞുതരാം. സോ ഇതിനകത്ത് നമുക്ക് വരുന്ന ഒരു 2K+ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് Quad HD+ ഡിസ്പ്ലേ ആണ്. മെയിൻ കാര്യം 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. സോ സെറ്റിങ്സ് എടുത്ത് കാണിച്ചു തരാം. സോ സെറ്റിങ്സ് നമ്മുടെ ഡിസ്പ്ലേ ഉണ്ടോ, സ്ക്രീൻ റെസൊല്യൂഷൻ Quad HD+ ആണ് ഇട്ടിരിക്കുന്നത്. സോ 3200 × 1440 ആണ് നമുക്ക് കാണാൻ പറ്റും Quad HD+. ഓക്കെ, ഇനി ഇതിൻ്റെ സ്ക്രീൻ റീഫ്രഷ് റേറ്റ് കാണിച്ചു തരാം. സോറി, സ്ക്രീൻ റീഫ്രഷ് റേറ്റ് 60 Hz ആണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് 120 ഇടാം. മാക്സിമം സ്മൂത്ത്നെസ് കിട്ടാൻ കണ്ടോ 120 ഇട്ടു. ഇനി ചുമ്മാ സെറ്റ് പറക്കുമായിരിക്കും കേട്ടോ. സെറ്റിങ്സ് എടുക്കട്ടെ. ഊഫ് ഗൈസ് പൊള്ളി. ഇപ്പം ഞാൻ 120 ആയിട്ടുള്ള ഫോൺസ് ഈ MIയുടെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ 11X കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല നമുക്ക് ഡിസ്പ്ലേയിൽ ഒരു സെറ്റിങ്സുകളുണ്ട് ഗൈസ്. കാരണം ഈ ഡിസ്പ്ലേക്കകത്ത് നമ്മുടെ ഈ കളർ സ്കീം ഉണ്ടല്ലോ, ഇപ്പോൾ ഓട്ടോ കിടക്കുന്ന സാച്ചുറേറ്റഡ് ഇട്ട് കഴിഞ്ഞ് ഇച്ചിരി വൈബ്രൻറ്റ് കളർ. സോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടോ. കുറച്ചും കൂടെ മീൻസ് നിങ്ങൾക്ക് ആ ക്യാമറ എത്രമാത്രം ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഈ ഓട്ടോമാറ്റിക് സാച്ചുറേറ്റഡ് കുറച്ചും കൂടെ വൈബ്രൻറ്റ് കളേഴ്സ് ആവും. പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിപൊളി നമ്മുടെ ഈ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഉണ്ട്. ഒരു രക്ഷയില്ല. ഞാൻ MI 11X വരെ എനിക്ക് അടിപൊളിയായിട്ട് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫോൺ. മീൻസ് ഒരു പ്രീമിയം ലെവൽ ഹാപ്റ്റിക് നമുക്ക് MI 11X വരെ കിട്ടുമായിരുന്നു. അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ബാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ കാര്യം ഗെയിമേഴ്സിന് വേണ്ട ഒരു മെയിൻ കാര്യം കാരണം മീൻസ് 480 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ്. മോനെ, സോ ടോട്ടലി ഈ പേര് പറഞ്ഞാൽ ഫുള്ളി അൾട്രാണ്. എവരി സ്പെക്സ് നമ്മൾ നോക്കുമ്പോൾ ഫുള്ളി അൾട്രയാണ്. ഓക്കെ, പിന്നെ നമ്മൾ 480. പിന്നെ എൻ്റെ ടോപ്പ് കാര്യം ഒരു കാര്യം എടുത്ത് പറയാനുള്ള കാര്യം HDR10+ സപ്പോർട്ടഡാണ്. മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ വൺ ഓഫ് ദ ഏറ്റവും ബ്രൈറ്റ്നസ്, ദാറ്റ് മീൻസ് മോസ്റ്റ് ബ്രൈറ്റ്നസ് ആയിരിക്കും ഇതിൻ്റെ ഡിസ്പ്ലേ. ദാറ്റ് മീൻസ് 1700 nits ആണ്. ഞാൻ ഫുൾ ബ്രൈറ്റ്നസ് ആക്കാൻ പോകട്ടോ. എൻ്റെ പൊന്നോ, ഡയറക്റ്റ് സൺലൈറ്റ് വരെ പക്കാ വിസിബിലിറ്റി ആയിരിക്കും. ഓക്കെ, സോ ബ്രൈറ്റ്നസ് കുറക്കട്ടെ. ഓക്കെ, സോ ഡയറക്റ്റ് പക്കാ വിസിബിലിറ്റി ആയിരിക്കും. ഇതിൻ്റെ ഒരു രക്ഷയില്ല. ഇതിൻ്റെ എല്ലാ കാര്യം എനിക്ക് ഇതിൻ്റെ വ്യൂയിങ് ആംഗിൾ ആയത് മീൻസ് നമുക്കൊരു വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഞാൻ റിവ്യൂ ഷോർട്ടായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ്, നമ്മുടെ ക്യാമറ റിവ്യൂ, പിന്നെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ വരുന്നുണ്ട് ചാനലിൽ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സറിൻ്റെ കാര്യം പറഞ്ഞാൽ അതിനൊന്നും പറയാനില്ല, എല്ലാം അൾട്രാ ലെവൽ ചിപ്പാണ്. ദാറ്റ് മീൻസ് സ്നാപ്ഡ്രാഗൺ 888. ദാറ്റ് മീൻസ് ഈ 888 എന്ന ചിപ്പേ പൊതുവെ ഇച്ചിരി ഹോട്ടർ സൈഡിലുള്ള ചിപ്പ്. ദാറ്റ് മീൻസ് ഇച്ചിരി വാം ആവണ ചിപ്പാണ്. എനിക്കിപ്പോൾ 888 യൂസ് ചെയ്ത് മീൻസ് 9 Proയിലൊക്കെ നല്ല ഹീറ്റിംഗ് ഉണ്ട്. ദാറ്റ് മീൻസ് ആ ഫ്രെയിമിനകത്ത് ആദ്യത്തെ സമയത്താണ്. ഇപ്പോൾ കുറേ അപ്ഡേറ്റ്സ് വന്നിട്ട് നല്ല അടിപൊളി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ക്യാമറയും പെർഫോമൻസ് ഒക്കെ ഇമ്പ്രൂവ് ആണ്. ബട്ട് സ്റ്റിൽ ഒരു ഹോട്ടർ സൈഡിലാണ് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 888. പക്ഷേ എനിക്ക് IQ7 ലെജൻഡ് എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് എനിക്ക് യൂസ് ചെയ്തപ്പോൾ ഒട്ടും ഹീറ്റിംഗ് ഫീൽ ചെയ്തില്ല. നല്ലൊരു വേപ്പർ ചെയ്യുമ്പോൾ കൂളിംഗ് ഉണ്ടാകാനാണ്. സോ ഇതിനകത്ത് കൂളിങ്ങിനാണ് 888 ചിപ്പിലല്ല, കൂളിങ്ങിനാണ് മെയിൻ. കൂളിംഗ് ഇതിൻ്റെ നല്ലതാണെങ്കിൽ ഒബ്വിയസ്ലി സെറ്റ് ആയിരിക്കും. പിന്നെ എൻ്റെ ഇരിക്കുന്ന വേരിയൻറ്റ് 12256 ആണ്. സോ ഇതിനകത്ത് UFS സ്റ്റോറേജ് UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ LPDDR5 ആണ് ഇത് റാം വരുന്നത്. പിന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം Quad HD ഡിസ്പ്ലേ. പിന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറ വളരെ മൈനർ സെൽഫി ക്യാമറയാണ്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ. വളരെ ചെറിയൊരു സെൽഫി ക്യാമറ നമുക്ക് വരുന്നത്. പിന്നെ പക്ഷേ മീൻസ് സെൽഫി ശരിക്കും ഇതല്ല ക്യാമറ, നമുക്ക് ഇതാണ്. കാരണം നമുക്ക് ഈ ഡിസ്പ്ലേ വെച്ചിട്ട് നമുക്ക് സെൽഫി ഷൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല. സോ അതിൻ്റെ ഇനി ക്യാമറാസ് ടോൺസ്, ആ ക്യാമറയാണ് ഇതിൻ്റെ നെക്സ്റ്റ് മെയിൻ ഹൈലൈറ്റ്. സോ ക്യാമറാസിൻ്റെ ഫസ്റ്റത്തെ മെയിൻ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 MP ക്യാമറയാണ് വരുന്നത്. സോ ഇതിൻ്റെ സെൻസർ സൈസ് ഓൾമോസ്റ്റ് 1 inch എന്ന് വേണം പറയാം. മീൻസ് നമ്മുടെ ഈ ഡെഡിക്കേറ്റഡ് പോയിന്റ് ഷൂട്ട് ക്യാമറാസ് ഇല്ല, അതിൻ്റെ സെൻസർ സൈസ് അതൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ DxOമാർക്ക് ഇത് ഇറങ്ങിയ സമയത്ത് ഇതിനകത്ത് റേറ്റിംഗ് കൊടുത്തത് 143 സ്കോർ. ദാറ്റ് മീൻസ് ടോപ്പ് നോച്ച് സ്കോറാണ് DxOമാർക്ക്. പക്ഷേ DxOമാർക്കിൽ മാത്രമായിട്ട് പോയിട്ട് കാര്യമില്ല.
നമുക്ക് എല്ലാം കൂടെ നോക്കണം. സോ ഞാൻ ഇതിൻ്റെ ക്യാമറ റിവ്യൂ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഔട്ട്ഡോർ ഷൂട്ടിംഗ്, ഇൻഡോർ, പിന്നെ ഒരു വീഡിയോ സൊല്യൂഷൻ കാര്യങ്ങളൊക്കെ ഓർഡർ തന്നെ വരുന്നുണ്ട്. പിന്നെ സെക്കൻഡറി തന്നെ ഈ 50 MB f2.1 ഇതിന് 3 ക്യാമറാസും ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറാസ് തന്നെ. സെക്കൻഡറി 48 MB f2.2 ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഒരു 48 MB പെരിസ്കോപ്പ് ടെലിഫോട്ടോ വിത്ത് 120x സൂമിംഗ് ആണ്. ദാറ്റ് മീൻസ് ഇവൻ്റെ S21 Ultra വരെ 100x എടുത്തു, 120x സൂമിംഗ് ഉണ്ട്. നമുക്കതിന് ജസ്റ്റ് UI ഒന്ന് നോക്കാം. ഓക്കെ UI അത് പിന്നെ എല്ലാ ക്യാമറാസും 8K റെക്കോർഡിംഗ് വരെയുള്ള ക്യാമറ. പ്രോ മോഡ് നമുക്ക് മാനുവലായിട്ട് അപ്പാച്ചർ, ISO, വൈറ്റ് ബാലൻസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വീഡിയോ മോഡ് വരുന്നുണ്ട്. വീഡിയോയ്ക്ക് നമുക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ട് നോക്കാം. ഇവിടെ നമുക്ക് 8K ആണോ, 8K റെക്കോർഡിംഗ്, 4K പിന്നെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മോഷൻ ട്രാക്കിംഗ്, AI ക്യാമറ, ഓഡിയോസും. ദാറ്റ് മീൻസ് നമ്മൾ സൂം ചെയ്യുമ്പോൾ ആ ലൊക്കേഷൻ മീൻസ് മൈക്രോഫോൺ വെച്ചിട്ട് ആ ലൊക്കേഷനിലെ ഓഡിയോ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് നമ്മൾ ഓഡിയോ സൂം എന്ന് പറഞ്ഞിട്ട് ഗാലക്സി നോട്ട് പ്ലസ് നേരത്തെ ഇറക്കിയ ഫീച്ചറാണ്. പിന്നെ ഡെഡിക്കേറ്റഡ് മാക്രോ മോഡ് ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ഫോട്ടോയിട്ട് പോകാം. ഫോട്ടോയിൽ എന്തൊക്കെയാണ് മോഡ്സ് ഉള്ളത്? ഫോട്ടോയിൽ ഓൾമോസ്റ്റ് മൂവി ഫ്രെയിം വലിയ എടുത്തു പറയേണ്ട മോഡ്സ് ഒന്നുമില്ല. ഓക്കെ, പിന്നെ റിയർ ഡിസ്പ്ലേയുടെ കാര്യം, റിയർ ഡിസ്പ്ലേ നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യാനുള്ള കാര്യം തന്നെ റിയർ ഡിസ്പ്ലേ. പിന്നെ നമുക്ക് പോർട്രേറ്റ് മോഡ് കിട്ടുന്നുണ്ട്. പിന്നെ പോർട്രേറ്റ് മോഡിൽ നമുക്കൊരു ടെലിഫോട്ടോ ക്യാമറയുടെ ഒരു മിസ്സിംഗ് ഉണ്ട് ഇതിനകത്ത്. ടെലിഫോട്ടോ ദാറ്റ് മീൻസ് നമുക്ക് ആ പോർട്രേറ്റ് ഡെപ്ത് ഫോക്കസ് കുറച്ചുകൂടി ടെലിഫോട്ടോ ഒരു മിസ്സിംഗ് ഉണ്ട്. ബട്ട് നമുക്കത് റിവ്യൂ എടുത്തതിൻ്റെ AI വെച്ചിട്ട് അടിപൊളിയായിട്ട് നമ്മൾ പിക്സലൊക്കെ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, മീൻസ് AI വെച്ചിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ സോ AI വെച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളി ഡെപ്ത് ഡിറ്റക്ഷൻ, അടിപൊളി പോർട്രേറ്റ് ആയിരിക്കും. ബാക്കി എല്ലാം കൊണ്ടും ടോട്ടലി. പിന്നെ മൂവി എഫക്ട്സ് ഉണ്ട്, കുറച്ച് എഫക്ട്സ് വരുന്നുണ്ട് നമുക്കിവിടെ. ഓക്കെ, ബാക്ക് അടിക്കട്ടെ. ഓക്കെ, മോറിനകത്ത് പിന്നെ വലിയ കാര്യമായിട്ട് എടുത്ത് പറയാൻ 50 MB ഡെഡിക്കേറ്റഡ് ക്യാമറ വരുന്നുണ്ട്. പിന്നെ വ്ളോഗ് മോഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ക്യാമറയ്ക്കകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് ഈ സെക്കൻഡറി ഡിസ്പ്ലേക്കകത്ത് നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മുടെ റിയർ ക്യാമറയിൽ നിന്ന് നമുക്ക് ഈ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് സെൽഫി എടുക്കാം. ദാറ്റ് മീൻസ് നമ്മുടെ ഇമേജ് ഇവിടെ വന്നിട്ടുള്ള സെൽഫി എടുക്കാം, അതൊക്കെ പറ്റും. പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം ബാക്കിയുള്ള കാര്യത്തിൽ വരുവാണെങ്കിൽ നമുക്ക് എടുത്ത് പറയേണ്ടത് നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻസ് സ്കാൻ. ഞാൻ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻസ് സ്കാനർ ഫേസ് റെക്കഗ്നിഷൻ സെറ്റ് ചെയ്യാം. സോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻസ് സ്കാനർ സ്പീഡ് ടെസ്റ്റ് ചെയ്യാം. ഇൻ 3, 2, 1 ഗോ. പക്ക ഫാസ്റ്റ് ആണ്, ഒന്നുകൂടെ നോക്കാം. ഇൻ അൺലോക്കിംഗ് ഇൻ 3, 2, 1 ഗോ. ഓക്കെ, അത്യാവശ്യം ഹാപ്റ്റിംഗ് ഉണ്ട്. പിന്നെ ഞാൻ ഫേസ് റെക്കഗ്നിഷൻ സെറ്റ് ചെയ്യാം. സോ ജസ്റ്റ് ഫോൺ ഒന്ന് പോകുവാണ്. സോ അൺലോക്കിംഗ് ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഓക്കെ, അപ്പോൾ അതും ഫാസ്റ്റ് ആണ്, ഒന്നുകൂടെ നോക്കാം. ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഓ, റാപ്പിഡ് ഫാസ്റ്റ് ഒരു രക്ഷയില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻസ് ആൻഡ് ഫേസ് അൺലോക്ക് ഒക്കെ പൊളിയാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള മീൻസ് ബ്ലൂടൂത്തും വൈഫൈ ഒക്കെ പറയുന്നത് ബ്ലൂടൂത്ത് 5.2, വൈഫൈ 6E സപ്പോർട്ട് വരുന്നുണ്ട്. സോ ടോട്ടലി ലിറ്റാണ്. സോ നമുക്കിതിൻ്റെ എന്തായാലും ഒരു കിടുക്കാച്ചി റിവ്യൂവും കാര്യങ്ങളും നമുക്ക് ഉടനെ തന്നെ ചെയ്യുന്നത്. മീൻസ് ഇതിൻ്റെ ക്യാമറ റിവ്യൂ, മീൻസ് ഈ ക്യാമറയുടെ എല്ലാം ടെസ്റ്റ്. കാരണം ഈ 120x എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഈ ഏറ്റവും ഹയസ്റ്റ് സൂമിംഗ് ഉണ്ടായിട്ടില്ല. ആ 120x നിൽക്കുമ്പോൾ അധികം ഷെയ്ക്ക് ഉണ്ടാവാനും പാടില്ല. ദാറ്റ് മീൻസ് ആ ഓയിലി പെയിൻറ്റിങ് പോലെ ഇമേജ് വന്നിട്ട് കാര്യം നല്ല ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇമേജാണ് നമുക്ക് കിട്ടുക. ഈവൻ 100x S21 Ultra അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ കമ്പയർ, അത് മാത്രം 120x ഉണ്ടായിട്ട് മാത്രം. അപ്പോൾ ടോട്ടലി നമുക്കൊരു മീൻസ് ഇതിൻ്റെ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ, പിന്നെ ഒരു ഗെയിമിംഗ് റിവ്യൂ, പിന്നെ നമ്മുടെ ക്യാമറ റിവ്യൂ, പിന്നെ ടോട്ടലി എൻ്റെ ഫൈനൽ കൺക്ലൂസീവ് ആയിട്ടുള്ള റിവ്യൂവും ഇവിടെ തന്നെ ചാനലിൽ വരുവാണ്. സോ ഗൈസ്, സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ്. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.